പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 5 മുതൽ 6 വരെ തിരുവചന ഭാഗങ്ങൾ. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഈശോയെ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിക്ക് പിന്നീട് പഴയ അവസ്ഥയിൽ തുടരുവാൻ സാധിക്കില്ല. കാരണം ഈശോ പറയുന്നത് വേഗം ചെയ്യേണ്ടതായി വരും. അതിന് താമസം വരുത്തുവാൻ ഈശോ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇന്ന് തിരുവചനത്തിലൂടെ ഈശോ സക്കേവൂസിനോട് പറയുന്നുണ്ട്, വേഗം ഇറങ്ങി വരിക. ഈശോയ്ക്ക് വേണമെങ്കിൽ നീ പതിയെ സമയമെടുത്ത് ഇറങ്ങി വരുവാൻ പറയാമായിരുന്നു. എന്നാൽ ചില കാര്യങ്ങളിൽ നിന്നും വേഗം ഒരു പടിയിറക്കം അത്യാവശ്യമാണെന്ന് ഈശോയ്ക്കറിയാം. സക്കേവൂസ് ഇരുന്നത് ഒരു സിക്കമൂർ മരത്തിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അവന് ഈശോയെ ഒരു നോക്ക് കാണാനായിരുന്നു ആഗ്രഹം. എങ്കിൽ ഈശോയുടെ ആഗ്രഹം അവൻ ആ മരത്തിൽ നിന്നും വേഗം സമയം കളയാതെ ഇറങ്ങി വരണം എന്നായിരുന്നു. നമ്മുടെ മനസ്സ് ചില സമയങ്ങളിൽ മരങ്ങൾ തേടി പോകാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ നല്ല മനസ്സോടെ നമ്മൾ ഇരുപ്പുറപ്പിക്കുന്ന ചില മരങ്ങളിൽ തന്നെ ഇനിയും തുടരാം എന്ന് വിചാരിക്കുമ്പോൾ ഈശോ നമ്മളോടും പറയും, നീ വേഗം സമയം കളയാതെ ഇറങ്ങി വരുവാൻ. ഈ മരങ്ങൾ ചിലപ്പോൾ ചില സന്തോഷങ്ങളാവാം, സൗഹൃദങ്ങളാവാം, ബന്ധങ്ങളും ശീലങ്ങളുമാവാം. എന്നാൽ ചില സമയത്ത് ഈശോ പറയും, നീ അവിടം വിട്ട് വേഗം ഇറങ്ങി എൻ്റെ വഴിയിലേക്ക് വരണമെന്ന്. ഈശോയുടെ വാക്ക് കേട്ട മാത്രയിൽ സക്കേവൂസ് തിടുക്കത്തിലാണ് ഇറങ്ങി വന്ന് ഈശോയെ സ്വീകരിച്ചത്. നമ്മെ സ്നേഹിക്കുന്ന ഈശോയുടെ ചാരെ തിടുക്കത്തിൽ ഓടി അണയുവാൻ നമുക്കും സാധിക്കട്ടെ. സ്നേഹമുള്ളതുകൊണ്ടാണ് ഈശോ നമ്മളോട് പറയുന്നത് വേഗം ഇറങ്ങി വരുവാൻ. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ പടിയിറങ്ങേണ്ട അവസ്ഥകളെ ഈശോയ്ക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കാം. സന്തോഷത്തോടെ നമുക്കും അവിടുത്തെ ചാരെ ആയിരിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.